ബൈക്ക് സാമൂഹ്യദ്രോഹികൾ കത്തിച്ചു. വീട്ടുമുറ്റത്തു നിന്ന് തള്ളി സമീപത്തെ റോഡിൽ എത്തിച്ചാണ് ബൈക്ക് കത്തിച്ചത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. തൈവളപ്പിൽ രാഘവന്റെ ബൈക്കാണ് കത്തിച്ചത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തു. ജില്ലയിലെ സാങ്കേതിക സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ റൂസിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ ജോലി നേടുവാനുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമായി പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റ് പരിശീലനം നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം SRGPC പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ നിർവഹിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജ് ടീമിനെ അവരെത്തിച്ചേർന്നു. അവരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കർണാടക നടക്കുമ്പോൾ പ്രത്യേകിച്ച് അലങ്കരപ്പൊടി അതേപോലെ കരിമഴപ്പൊടി അപ്പൊ അതിന്റെ പരിപാടികൾ ഏറ്റവും കൂടുതൽ തന്നെ പറയാം. ഏതായാലും നടക്കുന്നത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് തന്നെ വിദേശത്തിന്റെ ഒഴുക്ക് കണ്ടുവരുന്നത് ഈ ടെക്നിക്കൽ സ്ഥാപനങ്ങളിൽ അതിനുശേഷം ഏറ്റവും കൂടുതൽ വിദേശങ്ങളിലേക്ക്. കാരണം സാധിച്ചാൽ നമ്മൾ സാധാരണ കുട്ടികൾ പറയുന്ന ഭാഷയുണ്ട്. കാരണം തന്നെ ഇപ്പോൾ യുവാക്കളുടെ ഇടയിലുണ്ട്. അതിന് ചതിക്കുഴികളിൽ നമ്മുടെ കുട്ടികൾ പോയി പെടുന്നുണ്ട്. നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ഈ പ്രദേശത്തിന് ഇഷ്ടംപോലെ. കാരണം ആരോടാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ വിദേശത്തേക്ക് പോവുകയും അവസാനം നമ്മൾ ജയിലിൽ കിടന്ന് വർഷങ്ങളായി നമ്മുടെ നിത്യജീവിതത്തിൽ കാഴ്ചയാണ്. PA ഇമ്പച്ചിക്കോയ, ജയചന്ദ്രൻ, K ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് സർക്കാർ ആശുപത്രി താലൂക്ക് നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നാവശ്യപ്പെട്ട് BJP തൃപ്രയാർ മേഖലാ കമ്മിറ്റി വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപവാസം പട്ടികജാതി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് MV വിജയൻ അധ്യക്ഷനായി. ഓരോരുത്തരും തയ്യാറാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇത്. ഞാനിനി ഒരുപാട് നീട്ടുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ഈ സർക്കാർ ആശുപത്രി താലൂക്ക് നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. മുൻപും സമരങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സർക്കാർ ആശുപത്രിക്ക് തൊട്ട് തെക്ക് വശത്ത് ഒരു കെട്ടിടം. BJP മണ്ഡലം ട്രഷറർ സജീഷ് കുറ്റിക്കാട്, BJP ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, KR ബാൽസിംഗ്, സിദ്ധൻ പറയങ്ങാട്ടിൽ, NK ബീതിഹരൻ, ഷൈൻ നെടിയിരിപ്പിൽ, NS ഉണ്ണിമാൻ, PV ആനന്ദൻ, ലാൽ ഊണുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണത്തിലിരുന്ന പള്ളിക്കെട്ടിടം തകർന്നു വീണ് 3 പേർക്ക് പരിക്ക്. കയ്പമംഗലം ബോർഡ് കമാനിയ മസ്ജിദ് കെട്ടിടത്തിന്റെ മുകൾ നില പണിയുന്നതിനിടെയാണ് കെട്ടിടം തകർന്നു വീണത്. ശനിയാഴ്ച രാവിലെ 11:30ഓടെയായിരുന്നു സംഭവം. 7 തൊഴിലാളികൾക്ക് പരിക്കുപറ്റി. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രാപിന്നി സ്വദേശി ജുനീഷിനെ ജൂബിലി മിഷൻ ആശുപത്രിയിലും എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി കൃഷ്ണൻകുട്ടി, വെമ്പല്ലൂർ സ്വദേശി സുധീഷ് എന്നിവരെ കയ്പമംഗലം ഗാർഡിയൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തട്ടിയിരുന്നാണ്